അസ്സലാമുഅലൈക്കും, വെൽക്കം ടു മൈ ചാനൽ കസിൻസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോരില്ലാതെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ടൊരു മോരുകറി ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ്. അതിന് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായി നമുക്ക് ഒരു ചട്ടിയിലേക്ക് പിഴിഞ്ഞെടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 2 ചെറിയുള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ചട്ടി നമുക്ക് സ്റ്റൗവിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നതിന് ശേഷം 1 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ അരിപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി തുടരെ ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. തിള വന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മറ്റൊരു ചട്ടി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുക് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കറിവേപ്പിൻ്റെലയും കടുകും ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറിവേപ്പിൻ്റെ ഇല. നമ്മളെ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്കൊരു മോരുകറി വീട്ടിലുണ്ടാക്കാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.